ചായക്കട നടത്തി ജീവനോപാധി കണ്ടെത്തിയിരുന്ന ആലപ്പുഴ അറവുകാട് സ്വദേശി വിനോദും കുടുംബവും ഇന്ന് ചികിത്സാ ചെലവിന് പോലും പണമില്ലാതെ നരകയാതന അനുഭവിക്കുകയാണ്. അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാമാണ് വിനോദിന്റെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. വിനോദിന്റെ ഡയാലിസിസ് അടക്കം മുടങ്ങുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിന് സമീപം ടീ ഷോപ്പ് നടത്തിയിരുന്ന വിനോദിനൊപ്പമാണ് ഞാനുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഇരു കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടതാണ്. അതിലുപരി കിഡ്നി രോഗിയുമാണ്. ആഴ്ചയിൽ 2 ദിവസം ഡയാലിസിസ് നടത്തിപ്പോകുന്ന വളരെ നിർധന സാമ്പത്തിക സ്ഥിതിയിൽ ജീവിക്കുന്ന ആളാണ് വിനോദ്. വിനോദിന് ഇത്തരത്തിൽ അവിടെ വണ്ടാനം മെഡിക്കൽ കോളേജിന് സമീപത്തെ റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ ടീ ഷോപ്പ് നഷ്ടപ്പെടുന്നു. അതിനുശേഷം നിരന്തരം ഒരു കട തുടങ്ങുന്നതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് സർക്കാർ സംവിധാനങ്ങളിലെല്ലാം ബന്ധപ്പെട്ടെങ്കിലും അവസാനം മന്ത്രി സജി ചെറിയാൻ പങ്കെടുത്തുകൊണ്ടുള്ള അദാലത്തിൽ അവിടെ വെച്ചാണ് വിനോദിന് ഇത്തരത്തിലൊരു കട വണ്ടാനം മെഡിക്കൽ കോളേജ് പരിസരത്ത് തന്നെ തുടങ്ങുന്നതിന് വേണ്ടി അനുമതി നൽകിക്കൊണ്ട് ഉത്തരവുമായി. അത് ഏതാണ്ട് 1 വർഷത്തിന് മേലായിട്ട് പോലും ഇതുവരെയും കട തുടങ്ങാനുള്ള ഒരു സംവിധാനവും ലഭിച്ചിട്ടില്ല. ഇത് എന്തുകൊണ്ടാണ്, ആരാണ് ഇത് അട്ടിമറിച്ചതെന്ന് അടക്കമുള്ള കാര്യം വിനോദിൻ്റെ ഭാര്യ നമ്മളോട് സംസാരിക്കും. എത്ര നാളായി ഇപ്പോൾ ഈ കട നഷ്ടപ്പെട്ടിട്ട് പിന്നീട് എങ്ങനെയാണ് ജീവിക്കുന്നത്? ആരാണ് ഇത് പിന്നീട് ലഭിക്കുന്നതിന് തടസ്സം നിന്നത്? ഇത് തടസ്സം നമുക്കിത് അനുവദിച്ചു സാറേ, അനുവദിച്ചിട്ട് നമുക്കിത് അവർ ചെയ്തു തരുന്നില്ല. ഞാനൊരു 4 പ്രാവശ്യം ഞാൻ ഈ MLA വീട്ടിൽ ഞാൻ പോയായിരുന്നു. ചെല്ലുമ്പോൾ നമുക്ക് അനുകൂലമായിട്ടൊരു ഇത് അവർ തരുന്നില്ല. അങ്ങനെ 2024 പ്രസാദ് മന്ത്രി ഇതുപോലെ അദാലത്ത് ഇത് വെച്ച് കരുതലും കൈത്താങ്ങും ആ പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുത്തിട്ട് സാറ് ഞങ്ങളുടെ കാര്യം ജെന്യുവിനാന്ന് കണ്ടുകൊണ്ട് ഞങ്ങൾക്കത് അനുവദിക്കാൻ ഒരുങ്ങിയപ്പോഴത്തേക്ക് പിന്നെ MLA പറഞ്ഞ് അത് HDSC കൂടിയിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളെന്ന് പറഞ്ഞ് അങ്ങനെ ആ അപേക്ഷ തള്ളിപ്പോയി സാർ. അവിടുന്ന് ഞങ്ങൾ വീണ്ടും പിന്നെ 25 ജനുവരി 4 വീണ്ടും ബഹുമാനപ്പെട്ട സജി ചെറിയാൻ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അദാലത്തിൽ, അത് കരുതലും കൈത്താങ്ങും അദാലത്തിലാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചേട്ടനെയും കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ സാറിന് ഞങ്ങളുടെ ദയനീയാവസ്ഥ കണ്ടപ്പോൾ ജെന്യുവിനാന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്കത് പറഞ്ഞ് അത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഓർഡറിനകത്ത് അന്നേരം അവർ പറഞ്ഞ് ഇങ്ങനെ ലേലത്തിൽ പങ്കെടുത്തിട്ടാണ്. അപ്പം സാറ് പറഞ്ഞ് നിത്യരോഗിയാണ്, അവർക്ക് ലേലത്തിൽ പങ്കെടുക്കാനുള്ള മാർഗ്ഗമില്ല, അല്ലാതെ അവർക്ക് ഈ കോഫി ഷോപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് അത് എല്ലാം ഒപ്പിട്ട് ഞങ്ങളോട് ചോദിച്ചത് എവിടെയാണ് നിങ്ങളുടെ സ്ഥലമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞങ്ങളിവിടെ അറവാട് സ്വദേശികളാണ് എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ് നിങ്ങൾ അമ്പലപ്പുഴ താലൂക്കാണെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞ് MLA വിളിച്ചിട്ട് പറഞ്ഞ് ഇത് പിന്നെ MLA ഇതിൽ അമ്പലപ്പുഴ താലൂക്കിലുള്ളതാണ്, ഇവർക്ക് 30 ദിവസത്തിനകം ഇത് റെഡിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് ഈ ഫയൽ സാറ് എല്ലാം എഴുതി സാറിൻ്റെ സ്വന്തം കൈപ്പടയിൽ ഒപ്പിട്ട പേപ്പർ എല്ലാം ഞാൻ ഇതിനു വേണ്ടി നടത്തിയ നിയമയുദ്ധത്തിൻ്റെ പേപ്പറുകളാണ് സാറേ ഇതെല്ലാം. എന്നിട്ട് ഈ MLA കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഫയൽ തന്നത്, ഒപ്പിട്ട് അതിൻ്റെ പടസഹിതം പേപ്പറിൽ, ദേശാഭിമാനി പേപ്പറിൽ ഞങ്ങളുടെ പടസഹിതം വന്നു. എന്നിട്ട് അവിടെ വെച്ച് ഞങ്ങൾക്കെല്ലാം തന്നിട്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇനി കയറി ഇറങ്ങാൻ ഞാൻ നിരന്തരം എത്ര സർക്കാർ ഓഫീസിൽ ഞാൻ കയറി, കളക്ട്രേറ്റിൽ പോവും, സൂപ്രണ്ടിനെ കാണാൻ പോവും, MLA അടുത്ത് പോവും. തിരുവനന്തപുരത്ത് ഇത്രയും വയ്യാതിരിക്കുന്ന ആളിനെ ഇട്ടിട്ട് ഞാൻ ഇവിടെ പോയി സെക്രട്ടേറിയറ്റിൽ പോയി അന്നേരം അവർ പറഞ്ഞ് ഇത് ആരോഗ്യവകുപ്പല്ലേ, പിന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയേക്കാണ്. അങ്ങനെ ഞാൻ വീണ ജോർജിനെ നേരിട്ട് ഞാൻ ഇത് കൊടുത്തു. അതിൻ്റെ വീഡിയോ വരെ എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട്. ഞാൻ ആ മാഡത്തിന് ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ കയറി ഇറങ്ങുന്നിടത്തെല്ലാം ഇവർ റെഡിയാക്കി തരാമെന്ന് പറയും. നമ്മളെ പറ്റിക്കുമായിരുന്നു സാറേ ഇത്. നമ്മൾ അറിയാമോ ഇത് കണ്ട 3 മാസമായി ഇപ്പം മറിഞ്ഞ് വീണിട്ട് മാനസികമായിട്ട് നല്ല പ്രയാസം. എനിക്കൊരു മകനുണ്ട്, +2 കഴിഞ്ഞിട്ട് അവനെ ഒന്ന് പഠിപ്പിക്കാൻ പോലും എനിക്ക് മാർഗ്ഗമില്ലാതായി. ആരെങ്കിലും പെൻഷൻ 1600 രൂപ മാത്രമാണ് അത്രേ ഉള്ളൂ, അല്ല ഒരു വരുമാനമില്ല ഞങ്ങൾക്ക്. ഇത് നിർത്തിയിട്ടെങ്കിലും പോകാനും പറ്റില്ല. ഇല്ലില്ല ആണ് ഞങ്ങൾക്കിപ്പോൾ ഇത് ചെയ്യാവുന്നുള്ളത്. ഈ കോഫി ഷോപ്പ് അനുവദിച്ച് കിട്ടിയ ഇതിനെ അവിടെ കൊണ്ടിരുത്തിയിട്ട് ഒരു 10 ഗ്ലാസ് ചായ വിറ്റിട്ടാണെങ്കിലും എൻ്റെ കുടുംബം നോക്കുക. ചേട്ടന് അമ്മയുണ്ട് 80 വയസ്സുള്ള ഈ ആൾ. ഇതിപ്പോൾ ഞാൻ പറയാം, ഇത് 250 രൂപ മുടക്കി എനിക്കൊരു മെഡിക്കൽ കോളേജ് കൊണ്ട് ഒരു ഡയാലിസിസ് ചെയ്യാനുള്ള മാർഗം പോലും ഇല്ലാതായിരിക്കും. ആരെങ്കിലും ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നേ സാറേ, ഇപ്പം അതും ഇല്ലാതായി. ദേശാഭിമാനിയിലൊക്കെ വാർത്ത ചെയ്ത് അവര് പാർട്ടിക്ക് വലിയ പബ്ലിസിറ്റി നമ്മളെ ഇരയാവുമായിരുന്നു. അതിന് വേണ്ടിയിട്ട് അറിയാമോ അവർ നമ്മളെ നല്ലോണം ചതിക്കുമായിരുന്നു. അതിൻ്റെ മാന്നിട്ട് എന്നോട് എപ്പോഴും പറയും നമ്മളെ അവർ ചതിച്ചല്ലോ എന്ന്. ഇനി ഞാൻ കയറി ഇറങ്ങാൻ ഞാൻ പാർട്ടിക്കാരുമല്ലായിരുന്നു. ഈ ചേട്ടൻ നേരത്തെ ബസ് ഡ്രൈവറായിരുന്നു, ഞങ്ങൾ വണ്ടിയൊക്കെ ഓടിച്ച ആളായിരുന്നു. ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഈ മുക്കാലും ഈ ചെയ്യുന്ന ജോലിയുടെ എല്ലാം ഈ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ഇതാക്കിയത്. ഞാൻ അന്നേ പറയും നമ്മളെ പറ്റിച്ച്. അന്നേരം പറയും വേണ്ട നമ്മുടെ പാർട്ടിയാണ്, നീ ആവശ്യമില്ലാത്ത ഒന്നും ചെയ്യരുത്. ഞാൻ
ഞാൻ ഇവിടുത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ പോയി പരാതി കൊടുത്തു. എന്നിട്ട് പരാതി കൊടുത്തപ്പോൾ അവിടെ നിന്ന് ആ കൊച്ചൻ എന്നോട് പറയാം, പരാതി എഴുതി തന്നാൽ പയ്യൻ പറയാം, ചേച്ചിക്ക് വേറെ എന്തെങ്കിലും ജോലി തന്നാൽ പോകാമോ. ഞാൻ പറഞ്ഞു, ഞാൻ ജോലി തന്നാലും ഞാൻ പോകാം, എൻ്റെ കുടുംബം കൊണ്ടുപോകാൻ എന്ത് വേണം, ഒരു കുടുംബവും സാറേ, ഒരു ഈ ആളിന് മരുന്ന്, പിന്നെ ഞങ്ങളുടെ ജീവിതം മാറും, എൻ്റെ മോനെ വിദ്യാഭ്യാസം ചെയ്യിക്കണം, അതിനൊക്കെ എന്തെങ്കിലും ഒരു ജോലി തന്നാലും ഞാൻ പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചെന്നിട്ട് അവരെന്നെ പറഞ്ഞ് കളക്ട്രേറ്റ് വിട്ട് എന്നെ ഓടിക്കുമായിരുന്നു സാറേ. ഇനി എന്നെ ഓടിക്കാൻ ഇതിനു വേണ്ടി സ്ഥലമൊന്നും ഒരു സഹായവും കിട്ടിയിട്ടില്ല. ഇന്ന് വരെ ഒരു സഹായം ഇവർ ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഞങ്ങളെ ചോദിച്ചിട്ടില്ല. അറിയാമോ, ഇന്ന് വരെ ഒരു പാർട്ടിക്കാർ വരുമോ, ഞങ്ങളെങ്ങനെ കഴിയുന്നത്, ഇവർ കാരണം ഞങ്ങൾക്ക് അയലുകാരും ബന്ധുക്കളും ഒക്കെ എന്തെങ്കിലും തന്ന് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പം അതുപോലെ ഞങ്ങൾക്കില്ലാതെ ഞങ്ങളെ ശരിക്കും പറ്റിച്ച്. ഇത് തന്നെയാണ് അമ്പലപ്പുഴ MLA H. സലാമിൻ്റെ നേതൃത്വത്തിൽ വാക്കു പറഞ്ഞ് വഞ്ചിച്ചു എന്നതാണ് ഇപ്പോൾ പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു ടീ ഷോപ്പ് നടത്തി ജീവിക്കാനുള്ള ഒരു സാഹചര്യം, അതിനു പോലും തടയിടുന്ന സമീപനമാണ് പാർട്ടി കുടുംബമായിട്ടും ഇവരോട് H. സലാമും മറ്റു പാർട്ടിക്കാരും ചെയ്തതെന്ന വിഷമമാണ് അവർ പങ്കുവെക്കുന്നത്. എത്രയും വേഗം വിനോദിന് ജീവിക്കാനുള്ള ഒരു ഉപാധി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.